നമസ്കാരം. ഇറാനെതിരായ യുദ്ധ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനിക ആക്രമണം ആരംഭിച്ച് 4 ആഴ്ച പിന്നിടുമ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ ട്രംപ് തുറന്നു പറഞ്ഞത്. തങ്ങളുടെ പ്രധാന യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ വക്കിലാണ് എന്നാണ് ട്രംപിന്റെ പുതിയ വാക്ക്. ഏതായാലും ഈ സൈനിക നടപടി ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇറാന്റെ നാവികസേന പൂർണ്ണമായും ഇല്ലാതായി എന്നും വ്യോമസേന തകർന്നടിഞ്ഞ നിലയിലാണ് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. കൂടാതെ ഇറാന്റെ നേതൃനിരയിലെ ഭൂരിഭാഗം പേരെയും വധിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ദൗത്യം വളരെ വേഗത്തിൽ തന്നെ അമേരിക്ക പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വഴി അമേരിക്കൻ സൈന്യം വേഗമേറിയതും നിർണായകവുമായ വിജയങ്ങൾ കൈവരിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. ലോകത്തിലെ ഭീകരവാദത്തിന്റെയും പ്രധാന സ്പോൺസറായ ഇറാനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാറായി എന്നുള്ളതും യുദ്ധം വൈകാതെ അവസാനിക്കുമെന്നാണ് ട്രംപ് സൂചിപ്പിച്ചു വെക്കുന്നത്. ഇറാന്റെ നാവികസേന പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടുവെന്നും വ്യോമസേന തകർക്കപ്പെട്ട നിലയിലുമാണ്. വരും ആഴ്ചകളിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ അവരെ അതിശക്തമായി പ്രഹരിക്കാൻ പോവുകയാണ് എന്നാണ് വൈറ്റ് ഹൌസിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ ഘടന തകർക്കപ്പെടുകയും മിസൈൽ ഡ്രോൺ വിക്ഷേപണ സംവിധാനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്കൻ സൈന്യം തകർത്തെറിഞ്ഞു എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ പ്രധാന നേതൃനിരയിലുള്ള പലരെയും വധിക്കാൻ സൈന്യത്തിന് സാധിച്ചു എന്നും ആയുധ നിർമ്മാണശാലകൾ ഉൾപ്പെടെയുള്ളവ തകർത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ തങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടുകയാണെന്നും അമേരിക്കൻ സൈന്യം കൂടുതൽ കരുത്തോടെ മുന്നേറുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ യുദ്ധത്തിൽ നിന്നും അമേരിക്ക ഉടൻ പിൻവാങ്ങുമെന്നും എന്നാൽ ആവശ്യമായ ഘടകങ്ങൾ തിരിച്ചു വരാൻ മടിക്കില്ല എന്ന്, അതായത് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ തിരിച്ചു വരാൻ മടിക്കില്ല എന്ന കാര്യവും ട്രംപ് പറയുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ നാറ്റോ സഖ്യത്തിൽ നിന്നും അമേരിക്ക പുറത്തു പോകുമെന്ന നിർണായക തീരുമാനവും ട്രംപ് പങ്കുവച്ചു. ഇറാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന സുപ്രധാന വെളിപ്പെടുത്തലും അദ്ദേഹം ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാറ്റോ വെറും ഒരു കടലാസ് പുലി മാത്രമാണ് എന്നാണ് ട്രംപിന്റെ രൂക്ഷമായ വിമർശനം. ഇത് ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ സഖ്യകക്ഷികളിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാത്തതാണ് എന്നാണ് ട്രംപിനെ ചൊടിപ്പിച്ച കാര്യവും. എന്തായാലും ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനും ജലപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സൈന്യത്തെ അയക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം നാറ്റോ നിരസിച്ചിരിക്കുകയാണ്. ഈ നിസ്സഹകരണമാണ് സഖ്യം വിടുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ട്രംപിനെ എത്തിച്ചിരിക്കുന്നത്.